ഹായ് ഗൗരി, ഹലോ. എൻ്റെ നാട്ടുകാരിയാണ്. അതെ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പഠിച്ചിട്ടുണ്ട്. അതെ. നെടുമങ്ങാടാണോ സ്ഥലം? അല്ല, എൻ്റെ സ്ഥലം നെടുമങ്ങാടിൻ്റെ അടുത്ത് വെള്ളനാടാണ്. ഞാൻ വെള്ളനാട്. പഠിച്ചത് നെടുമങ്ങാടാണ്. ആ, നമ്മൾ സർക്കിളിലാണ് വരുന്നത്. അതെ അതെ. പറ. പറയാം. ശരിക്കും എങ്ങനെയാ ഈ മ്യൂസിക് ജേണി ഇവിടം വരെ എത്തിയത്? എങ്ങനെയാണ് മ്യൂസിക് ജേണി എന്ന് പറയുമ്പോൾ ഞാൻ 10-12 വർഷം മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഉം. എൻ്റെ ഇടയ്ക്ക് സ്റ്റഡീസ് എല്ലാം ആയിട്ട് ഒരു 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ മ്യൂസിക് ഒന്നും കൂടി എനിക്കൊന്ന് തിരിച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ അമൃതയിൽ ഓഡിഷന് വരുന്നത്. ഉം. അങ്ങനെ സെലക്ട് ആയി. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഗൗരി അത്യാവശ്യം കുസൃതിയുള്ളൊരു കുട്ടിയാണെന്നാണ്. അതെങ്ങനെയാ അവർക്ക് മനസ്സിലായേ? അപ്പോൾ ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളെങ്കിൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഉം. പിന്നെ അങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവണം. അല്ലേ, എന്തോ കാര്യം ഉണ്ടാവും, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു? കില്ലാടിയായിരുന്നോ? അത്യാവശ്യം ഉം. എല്ലാവരും നോട്ട് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. നോട്ടി ആയിരുന്നു. അതെ, പാരൻസ് മീറ്റിങ്ങിന് എല്ലാത്തിനും ഇന്നുവരെ ആരും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഭയങ്കര അലമ്പ് ബഹളം എന്നുള്ളൊരു ഇതാണ്. ഞാൻ അടങ്ങിയിരിക്കാൻ ഇച്ചിരി പാടാണ്. കുറച്ച് ഹൈപ്പറാണ്. അതെ അതെ, അത് നല്ലതല്ലേ? ആണാണ്. ഇവിടെ ആ എനർജി നമുക്ക് വേണം. ഉണ്ടാവും. നമുക്ക് ആ സ്റ്റേജ് തരും, അതിനകത്ത് നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതെ. അങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി എന്ത് വേണോ കാണിക്കാം, അല്ലേ? അത് എനിക്ക് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാലാണ് ബുദ്ധിമുട്ട്. ഈ നെടുമങ്ങാട് കോളേജിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം ഗവൺമെന്റ് കോളേജ്, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന സ്പേസും കൂടെയൊക്കെയാണ്. എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്തത് അവിടെ? അവിടെ പക്ഷേ നമ്മുടെ സാധാ കോളേജുകളൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നമ്മളിങ്ങനെ ഫ്രീ ഇട്ടും ക്യാൻറ്റീനിൽ പോയിരിക്കാൻ ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചാലും അവിടെ വന്ന് തൂക്കും നമ്മളെ. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കിട്ടുന്ന സമയമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ചാടിപ്പോയി സിനിമ അതെ, അയ്യോ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ടുണ്ട്. ചെറുതായിട്ട് വീട്ടിൽ പൊക്കിയിട്ടുണ്ട്. സ്ഥിരം പരിപാടിയാകുമ്പോൾ വീട്ടിൽ പൊക്കും. സ്ഥിരമല്ല, എന്നാലും പൊക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, നോട്ട് ചെയ്യുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും വരാണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വിളിക്കും. വീട്ടിൽ വിളിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. കോളേജിൽ എത്തിയിട്ടുമില്ല. അതെ. രസമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ അന്ന് വീട്ടുകാർക്ക് ടെൻഷൻ ആയിരുന്നില്ല. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ അവരത് ആ രീതിയിൽ കാണുന്നുണ്ടാവില്ല. ഇല്ല ഇല്ല ഇല്ല, അവർക്കറിയാം, അതുകൊണ്ട് പ്രശ്നമില്ല. മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ എവിടെ മുതലാ ശരിക്കും പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്? ഞാൻ 5 വയസ്സിൽ എൻ്റെ ഗുരു വിനീത ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആരനാട് രാജു സാറിൻ്റെ കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊറോണയ്ക്ക് ശേഷം പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ CMA പഠിക്കാനായിട്ട് കൊച്ചിയിൽ വന്നു. ഇപ്പം ഞാൻ CMA ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പഠിത്തത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നു എന്നെങ്കിൽ പോലും മ്യൂസിക്കിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. CMA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. എന്താണ് അതിന്റെ പരിപാടീസ്? അതിന്റെ പരിപാടീസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മുടെ ഞാൻ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ CMA USയുടെ മെൻറ്ററായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ക്വാളിഫൈഡ് ആയത്. അപ്പോഴെന്നെ ലോട്ടറി അടിച്ച പോലെ അതും കിട്ടി, ഇതും കിട്ടി. അങ്ങനെ ഇപ്പോൾ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ജോലിക്കാരിയാണ്, അത്യാവശ്യം റവന്യൂ ഉള്ള ആളാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അത്യാവശ്യം പിശിക്കുകയാണ്. കുറച്ച് സേവിങ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ചായ. സേവിങ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം. ഇപ്പോഴേ ആ മനോഭാവം ഉണ്ട്. എത്ര വയസ്സാണ് ഇത്? എനിക്കിപ്പോൾ 24. 24 വയസ്സിൽ തന്നെ ഇങ്ങനെ പക്വതയായിട്ട്? അതെന്താ അങ്ങനെ? അത് അമ്മ പണ്ട് തൊട്ട് ഇങ്ങനെ പറഞ്ഞു തരും. എന്താണ്, നമ്മൾ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആപത്ത് കാലത്ത് മറ്റേ സാധനം വെച്ചാ. അപ്പൊ അതുപോലെ ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്ക് കുറച്ചൊരു ഇതാകുമ്പോഴത്തേക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഉണ്ടാവൂലോ. അങ്ങനെ സമ്പത്ത് കാലത്ത് തൈകൾ വെക്കുക. സോറി, ആപത്ത് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. ഭയങ്കര സേവിങ്സ് ഒന്നുമല്ല, ഒരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എപ്പോഴും ശ്രമിക്കും. ഈ ഫ്ലോറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഈ ഫ്ലോറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഇവിടെ എന്താകുന്നു, അല്ലെങ്കിൽ ഇപ്പം വിന്നർ അങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത്. മ്യൂസിക്കിൽ കുറച്ചും കൂടി എനിക്കിപ്പോൾ നമുക്ക് കിട്ടിയ മെൻറ്റേഴ്സ്, റുബൈ സാർ ആയിക്കോട്ടെ, റിജി മാം ആയിക്കോട്ടെ, ഭയങ്കര അടിപൊളി മെൻറ്റേഴ്സാണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് കുറച്ചുകൂടി പഠിക്കാം. മാത്രമല്ല നമ്മുടെ പാട്ട് ഇത്രയും വലിയ ജഡ്ജസിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ പാടുമ്പോൾ അവർ നമുക്ക് കറക്റ്റ് ചെയ്ത് തരികയാണ്, ഒരു ടീച്ചേഴ്സ് പോലെ. അപ്പോൾ അത് ശരിക്കും ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മൾ എന്തൊക്കെയോ നേരത്തെ പഠിച്ചു പാടി എന്നല്ലാണ്ട് ഇപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ മ്യൂസിക്കിൻ്റെ പല ഏരിയാസിലും ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ വർത്താനം നമ്മൾ കൂടുതൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഷോസൊക്കെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒറ്റ സ്ട്രെച്ചിൽ പാടുകയല്ല, അതിനെക്കുറിച്ചുള്ള നോളജ് കൂടെ പലപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചിട്ടുണ്ടോ ആഴത്തിൽ മ്യൂസിക്കിലേക്ക്? അങ്ങനെ അധികം ശ്രമിച്ചിട്ടില്ല. ഷീനി ഇറങ്ങി പോണം. അല്ല, ചിലതൊക്കെ പാടുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഇതിങ്ങനെയാണോ
ഇതിങ്ങനെ തന്നെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഇംപ്രവൈസേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അത് ആരോടെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്ത് കാണിച്ച് ആയിരിക്കുമല്ലോ, കേൾപ്പിച്ചായിരിക്കുമല്ലോ ചോദിക്കുക, ഇത് ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നോളജ് വേണം, കുറച്ചുകൂടെ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ. അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ആരെങ്കിലുമായിട്ടൊക്കെ നടത്താറുണ്ടോ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൂടുതലായിട്ട് നടത്തുന്നുണ്ട്. കൂടുതലും സ്റ്റഡീസാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീട്ടിൽ കൂടുതലും പാട്ടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്പം ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് ആഴത്തിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ശരിക്കും ഈ ജേണിയിൽ ഇവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു പോയിന്റാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ഹൈപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ഇതിൻ്റെ അവസാനം വരെ നമ്മൾ തുടരുക എന്ന് പറയുന്നതാണ്. അതിൽ ഒരുപാട് തരത്തിലുള്ള ഹഡിൽസ് ഉണ്ടാവും, എലിമിനേഷൻസ് ഉണ്ടാവും. ഇതിനെയൊക്കെ നേരിടണം. എനിക്ക് തോന്നുന്നു കുറച്ച് ശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അപ്പുറം മറികടന്ന് പോകണമെങ്കിൽ നമ്മുടെ നോളജ് എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കണം. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യണേ? ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണണം മ്യൂസിക്കിനെ. ഈ പറയുന്ന പോലെ എല്ലാവർക്കും ആ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നിൽക്കാൻ വേണ്ടിയിട്ട് പാട്ട് കൂടുതലായിട്ട് കേൾക്കുക, കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഉള്ളൂ. പ്രാക്ടീസ്. അതാണ് നല്ലത്. ഈ യുണീക്നെസ് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്വന്തമായിട്ട് വിലയിരുത്തുമ്പോൾ? എനിക്ക് ശബ്ദം കുറച്ച് യുണീക്കായിട്ട് തോന്നാറുണ്ട്. ഹസ്കിനെസ് ഉണ്ടല്ലോ അതിനകത്ത്. രണ്ട് വോയിസിലും പാടാറുണ്ട്. ഹെഡ് വോയിസിലും ചെസ്റ്റ് വോയിസിലും പാടാറുണ്ട്. ഹെഡ് വോയിസിൽ പാടുമ്പോൾ സാധാ എല്ലാവർക്കും ഉള്ള ശബ്ദം തന്നെയാണ്. പക്ഷെ ഈ ഒരു സംസാരിക്കുന്ന വോയിസിൽ പാടുമ്പോൾ കുറച്ച് യുണീക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതാണോ എല്ലാവരും പറയുന്നത്, കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്? പാട്ടിൻ്റെ ആണോ? പാട്ട് അതെ, ശബ്ദം കുറച്ച് ബോൾഡായിട്ടുള്ള വോയിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടല്ലാതെ എന്താ പരിപാടി? കുസൃതികളൊക്കെ പറയും, കേൾക്കട്ടെ. ഇവർ പറഞ്ഞു ഭയങ്കര കുസൃതിക്കാരിയാണ്. പക്ഷെ എല്ലാം മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. സ്ലാങ് പോലും വരുന്നില്ല. തിരുവനന്തപുരം സ്ലാങ് ഇങ്ങനെയല്ല. അല്ല, ആക്ച്വലി ഇപ്പം നമ്മൾ ഈ സുരാജ് വെഞ്ഞാറമൂട് ചേട്ടൻ പറയുന്ന പോലെ അത്രയും അതങ്ങനെയല്ലെന്ന് എനിക്കറിയാം. അതെ. പിന്നെ ഞാൻ പഠിച്ചത് കൊച്ചിയിലും പിന്നെ ഇപ്പം വർക്ക് ചെയ്യുന്ന കോട്ടയത്ത്. അപ്പോൾ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ട് കൂടെ. അപ്പോൾ സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അതായത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുക. കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ ടോണൊക്കെ കയറി വരും. ടോണല്ലാതെ വാക്കുകൾ വരില്ലേ, ചില വാക്കുകളൊക്കെ സ്പെസിഫിക് ആയിട്ട്? അത് വരാറുണ്ട്. അവിക്കുക എന്ന് പറയും. ഞാൻ പുഴുങ്ങുന്നതിന് അവിക്കുക എന്നാണ് പറയാ. അത് ഞങ്ങൾ അവിടെ അങ്ങനെ വീട്ടിൽ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ വരുമോ ഇവിടെ സംസാരിക്കുമ്പോൾ? പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പുഴുങ്ങുന്നതായി കൂടെ എല്ലാവരും സംസാരിക്കും. നമ്മുടെ അതിലിങ്ങനെ രജിസ്റ്റർ ആവുമല്ലോ. ഇപ്പോൾ വാഴയ്ക്കപ്പം ഇവിടെ ഉള്ളൂ, ഇപ്പൊ പഴംപൊരിയാക്കി. അല്ല, വാഴയ്ക്കപ്പം അവിടെ ഉള്ളത്, ഇവിടെ പഴംപൊരിയാണ്. അതെ, പഴംപൊരിയായി. ഇപ്പൊ പഴംപൊരിയാക്കി. പിന്നെ എന്തൊക്കെയാ അങ്ങനെ മാറ്റിയത്? കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മാറ്റിയതല്ല, മനഃപൂർവ്വം മാറ്റിയതല്ല, മാറിയതാണ്. കുറേ കുട്ടികളുടെ ഇടയ്ക്ക് വന്നപ്പോൾ മാറിയതാണ്. പിന്നെ നമ്മൾ ഈ കട്ടൻ എന്നൊക്കെ പറയില്ലേ, കട്ടൻ ചായനെ കട്ടൻ എന്ന് പറയും. പക്ഷെ കോട്ടയത്തൊക്കെ പോയി നമ്മൾ കട്ടൻ എന്ന് പറയുമ്പോൾ കട്ടൻ കാപ്പി ആയിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മള് മരിച്ചീനി എന്നാണ് പറയാ. അതെ, ശരിയാ. ഇപ്പൊ കപ്പയായി. അതെ, അപ്പൊ എല്ലാം മാറി, കൊറേയൊക്കെ മാറി. നാട് വിട്ടല്ലേ. പിന്നെ ഇത് നമ്മുടെ നെത്തോലി മീനില്ലേ, നെത്തോലി. അയ്യോ, അതെന്തായിരുന്നു? കൊഴുവ. അതെ. കടയിൽ പോയി കഴിഞ്ഞാൽ കൊഴുവ, അങ്ങനെ ചാള, കൊഴിയാള, മത്തിച്ചാള, നാടൻ ചാള, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് ചാള മാത്രമേ ഉള്ളൂ. പിന്നെ മത്തിയുണ്ട്. അപ്പൊ അങ്ങനെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ കഥ പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ചേട്ടൻ കാണുമ്പോ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് കാര്യം. ഞാൻ കാണാറുണ്ട് ചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് ഇടയ്ക്ക്. റീസെന്റ് ആയിട്ട് നമ്മുടെ അന്നമ്മയായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ആഴത്തിൽ പഠിക്കും ആൾക്കാരെ കുറിച്ചിട്ട്. നമ്മൾ പല ഇൻ്റർവ്യൂസിലും കാണുമ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്താണ് ക്വസ്റ്റ്യൻ പലരും കാണുന്നത് പോലും. എല്ലാവരും എന്നല്ല, എന്നാലും കുറച്ച് പേര് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇൻ്റർവ്യൂസിൻ്റെ ഇടയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? കണ്ട, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ആങ്കറിങ്ങിനുള്ള ഒരു സാധ്യത കൂടെ തേടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെയല്ല, ഇതിനകത്ത് ഇപ്പോൾ ലിറിക്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ രവി മേനോനെ പോലുള്ള ആൾക്കാരൊക്കെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീഡിയോയിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ എന്നാൽ ലിറിസിസ്റ്റുകളെ കുറച്ചുകൂടെ അർഹതപ്പെട്ട സ്പേസ് കിട്ടണമെന്ന് എനിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അവരുടെ പേര് കുറച്ചുകൂടെ കേൾക്കണം. കാരണം അവരുടെ ഫസ്റ്റ് തോട്ട്, ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ പോലെ ഈ ലിറിസിസ്റ്റുകളും അത്തരത്തിലുള്ളൊരു ഫസ്റ്റ് തോട്ടിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോം ചെയ്തതാണ് ഈ പാട്ടുകളൊക്കെ. അപ്പോൾ അങ്ങനെ കൂടെ ചിന്തിക്കുമ്പോൾ അവർക്ക് കൂടെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്.
അപ്പോൾ കൂടുതൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ ചിലരൊക്കെ ഇൻട്രോവേർട്സ് ആയിരിക്കും, അധികം സംസാരിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഷിബുചേട്ടനൊക്കെ സംസാരിക്കും, പക്ഷേ കൈതപ്രം സാറാണെങ്കിൽ അധികം സംസാരിക്കില്ല, റഫീഖ് സാർ അധികം സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് അതിനകത്ത് ഇൻവോൾവ്ഡ് ആയിക്കഴിഞ്ഞാൽ വർത്തമാനം പറയും. അപ്പോൾ ഇൻവോൾവ്ഡ് ആവണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം. അറിയണം. അങ്ങനെയാണ് ഒരു ധാരണ വന്നു തുടങ്ങിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ധാരണ കൂട്ടും. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അതെ. ഇപ്പോൾ ഈ വേദിയിൽ വരുമ്പോഴത്തേക്ക് പഴയ പാട്ട് കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സീനിയറിൽ എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യണ്ടേ. അപ്പോൾ നമ്മളെ സ്വയം ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരു ഇമ്പ്രൂവൈസേഷനാണ് ഞാനും ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൗരി ശരിക്കും എന്തൊക്കെ ഇമ്പ്രൂവൈസാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഗൗരിയുടെ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി ഇവിടെ എന്തായാലും പെർഫോമൻസ് ആയിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് മെലഡിയിലും കുറയ്ക്കരുത്, അടിച്ചുപൊളിയിലും കുറയ്ക്കരുത്. പഴയ പാട്ട് പുതിയ പാട്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ പെർഫോം ചെയ്യും. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. താങ്ക് യു.